സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച നടത്തി. മലപ്പുറം കിഴിശ്ശേരിയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഭരണഘടനയുടെ പതിപ്പ് സന്ദീപ് വാര്യർ കൈമാറി. തീർച്ചയായിട്ടും സമസ്തയുടെ സംഭാവനകൾ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതാണ്, സുവർണ്ണലിപികൾ രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ആദരവ് കൂടിയാണ് ഞാനിവിടെ അർപ്പിക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിലും തങ്ങളെ കാണാൻ സാധിച്ചതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അത് ഗുണകരമായിട്ട് വരും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന നയങ്ങളും നിലപാടുകളുമാണ് സമസ്ത കേരള ജമിയത്തുലമക്കുള്ളത്. അപ്പം മതസൗഹാർദ്ദം ഇവിടെ ഊട്ടി ഉറപ്പിക്കാൻ ആവശ്യമാവുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിക്കാതെ അതിൻ്റെ ഒരു ഭാഗമാണ് എന്നെ കാണുക എന്ന് പറഞ്ഞതും സാധിക്കാതെ തങ്ങളെ കാണുക എന്നൊക്കെ പറഞ്ഞു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഇന്ത്യ രാജ്യത്ത് അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കും ആവാം. അപ്പോൾ സന്ദീപ് വാര്യർ മൂപ്പര് അവർ അത് പിന്നെ BJP ആണ് ഈ ഇന്ത്യ രാജ്യത്തിന് ഗുണമെന്ന് മനസ്സിലാക്കി അതിലായിട്ടുണ്ടാവും. പിന്നെ മൂപ്പര് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഇന്ന് മാറുക എന്നുള്ള ചിന്താഗതിയൊക്കെ അവരെ സ്വന്തം ചിന്താഗതിയാണ്. MP രാജേഷും ഇലക്ഷൻ ദിവസം ഈ കൂടിക്കാഴ്ചയിൽ വിമർശനവുമായി രംഗത്ത് വന്നു. പോളിംഗിന് മുമ്പ് അതിരാവിലെ തന്നെ ഇവിടെ എത്തിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഷാഫി പറമ്പിലും VD സതീശനും UDF നേതാക്കളാകുകയും വിശദീകരിക്കട്ടെ. അവർക്കത് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ടല്ലോ, അവർ പറയട്ടെ. എന്താണ് ഇന്നലെ വരെ പോയില്ലല്ലോ, ഇനി വേണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാളെ പോകാം, സൗഹൃദ സന്ദർശനം ആണ് ഉദ്ദേശിക്കുന്നത്, അല്ല അദ്ദേഹത്തെ പരിചയപ്പെടാനാണ് എങ്കിൽ UDFൻ്റെ ഇരട്ടത്താപ്പും കാപട്യവും ഈ പോളിംഗ് ദിവസം രാവിലെ കൂടി വ്യക്തമായിരിക്കുകയാണ്. സമീർ ബിൻ കിരീമാണ് വാർത്തകളുമായി. സമീർ, ഇന്നലെ സമസ്തയുടെ അല്ലെങ്കിൽ സുന്നി വിഭാഗങ്ങളുടെ പത്രങ്ങളിൽ വന്ന പരസ്യം ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രേരണയാകുന്നുണ്ടോ സമീർ? ഹാഷ്മി, അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ. കാരണം ഇന്നലെയാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ സന്ദീപ് വാര്യരെ വിമർശിച്ചുകൊണ്ടുള്ള LDFന്റെ പരസ്യം വരുന്നത്. അത് വലിയ രീതിയിൽ അത് വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ തന്നെ സമസ്ത അധ്യക്ഷനെ തന്നെ സന്ദീപ് വാര്യർ നേരിട്ട് കാണുന്നു, പരസ്പരം പുകഴ്ത്തുന്നു, പരസ്പരം കൈയെല്ലാം തന്നെ കൊടുത്തു വളരെ സന്തോഷത്തോടു കൂടി പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നത് ജിഫ്രി തങ്ങൾ സമസ്തയുടെ ആത്മീയ രംഗത്തെ സൂര്യ തേജസ്സാണ്, ഒപ്പം തന്നെ ജിഫ്രി മുത്തുക്കോയത്തേക്ക് ആത്മീയ സംഘടനയുടെ പ്രകാശ ഗോപുരമാണ് എന്നായിരുന്നു ഈ ജിഫ്രി തങ്ങളെ സന്ദർശിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ വ്യക്തമാക്കിയത്. എന്നാൽ ജിഫ്രി തങ്ങളാകട്ടെ പറഞ്ഞത് ഈ രാജ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരും തന്നെ വരുന്നാൽ താൻ സ്വീകരിക്കുമെന്നും തനിക്ക് പ്രത്യേകമായി രാഷ്ട്രീയമായി തന്നെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ജിഫ്രി തങ്ങളും വ്യക്തമാക്കിയത്. ഏതായാലും നിലവിൽ ഈ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ ജിഫ്രി തങ്ങൾ സന്ദർശിക്കാൻ എടുത്ത ഒരു തീരുമാനം എന്നുള്ളത് സ്വാഭാവികമായും പാലക്കാട്ടെ ചില ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യം വെച്ച് തന്നെയാണ് എന്നുള്ളതാണ് നിലവിൽ വരുന്ന വിലയിരുത്തൽ. കാരണം നേരത്തെ പാണക്കാട് സാദിഖ് അലി തങ്ങളെ സന്ദീപ് വാര്യർ സന്ദർശിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രിയും CPM എല്ലാം തന്നെ വിമർശിച്ച് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സന്ദർശനം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അത് ഗുണം ചെയ്തു എന്നുള്ളതാണ് UDFന്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് സന്ദീപ് വാര്യരുടെ നേരത്തെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ ഒരു മയപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു അവമതിപ്പ് നീങ്ങി എന്നുള്ളതാണ് നിലവിൽ UDFന്റെ ഒരു വിലയിരുത്തൽ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജിഫ്രി തങ്ങളെ കൂടി സന്ദർശിച്ച് താൻ ന്യൂനപക്ഷ വിരുദ്ധനല്ല, താൻ പൂർണ്ണ മതേതരനാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമം സന്ദീപ് വാര്യർ നടത്തുന്നത് എന്നുള്ളതാണ് നിലവിൽ പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഹാഷ്മി. ഓക്കെ, സമീർ ബിൻ കരീമാണ്. ഇലക്ഷൻ ദിവസവും ഈ പറയുന്ന രീതിയിലുള്ള ചർച്ചകൾ വളരെ സജീവമായ ദിവസം തന്നെയായിരുന്നു.